നമ്മളെ താനൂർ ഇഷ്യൂ എങ്ങനെയാ മരിച്ചത്? അവന്റെ മരണകാരണം എന്താ? അതെന്ന് പറഞ്ഞാൽ മറ്റേ ഈ MDMA-യുടെ 2 കവർ ഈ ചെറുക്കം വിഴുങ്ങിയിരുന്നു. MDMA ഉപയോഗിച്ച് ആൾക്കാരെ പിടിക്കണം എന്നുള്ള ഉദ്ദേശമല്ലാതെ ഇവനെ തല്ലിക്കൊല്ലണം എന്നുള്ള ഉദ്ദേശമില്ല. അത് എങ്ങനെയെങ്കിലും പൊക്കോട്ടെ, പക്ഷെ എന്നെ ഒന്ന് ഒഴിവാക്കണം. കാരണം ഞാനൊന്ന് മാനസികമായിട്ടൊന്ന് സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ എന്നുള്ള ഒരൊറ്റ സാധനമാണ്. നമസ്കാരം. ഏറെ വിവാദമുണ്ടാക്കിയ ഒരു സംഭവമാണ് താനൂർ കസ്റ്റഡി മരണം. കസ്റ്റഡിയിൽ വെച്ച് ആളെ കൊന്നതാണ് എന്നുള്ള വാർത്ത ആയിരുന്നു അന്ന് പുറത്തു വന്നിരുന്നാൽ അത് ഒതുക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്താണ് നടന്നത്, ആരാണ് കൊന്നത്, അതിനെക്കുറിച്ച് സത്യസന്ധമായി പറയുകയാണ് സുജിത് കുമാർ IPS, മുൻ മലപ്പുറം SP, ഇപ്പോൾ പത്തനംതിട്ട SP ആണ്. അദ്ദേഹം വളരെ വിശദമായി തന്നെ PV അൻവറുമായി സംസാരിക്കുന്ന റെക്കോർഡാണ് ഇന്ന് PV അൻവർ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് PV അൻവർ ചെറിയ പുള്ളിയല്ല, വമ്പൻ സ്രാവ് തന്നെയാണ്. അദ്ദേഹം പലരുടെയും ഉറക്കം കെടുത്തും. ഇപ്പോൾ പിണറായി വിജയന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. പല പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഉറക്കം കെടുത്തും. ഈ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുമാണ് 8 വർഷമായി കേരളത്തിൽ പല തട്ടിപ്പുകൾക്കും പിണറായി വിജയന് കൂട്ടുനിന്ന് കൊടുത്തത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ PV അൻവർ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് പിണറായി വിജയൻ തന്റെ വാക്കുകളൊന്നും കേൾക്കുന്നില്ല, തന്നെ മന്ത്രിയാക്കുന്നില്ല. അബ്ദുറഹിമാനെ മന്ത്രിയാക്കിയിരിക്കും. 3.5 വർഷം യാതൊരു യോഗ്യതയുമില്ലാത്ത അബ്ദുറഹിമാനെ മന്ത്രിയാക്കി. അതിനു മുമ്പ് KT ജലീലിനെ മന്ത്രിയാക്കി. എന്നാൽ താനൂർ MLA-യുടെ മണ്ഡലത്തിൽ നടന്ന കസ്റ്റഡി മരണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ, അതിന് പിന്നിലുണ്ടായ സംഭവങ്ങൾ തുറന്ന് കാണിക്കുന്ന മുൻ SP യുമായിട്ടുള്ള ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് വാട്സപ്പിലാണ് SP സംസാരിച്ചതെങ്കിലും അത് റെക്കോർഡ് ചെയ്തിട്ടാണ് PV അൻവർ മിടുക്ക് കാട്ടിയിരിക്കുന്നത്. PV അൻവർ ശരിക്കും ഒരു ഷെർലക് ഹോംസിനെ പോലെ, ഒരു കുറ്റാന്വേഷണ നോവലിസ്റ്റ് പോലെ കുറ്റാന്വേഷണമാണ് എന്ന് തെളിയിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് ആ ശബ്ദരേഖ പൂർണ്ണമായി കേൾക്കാം. നമ്മളെ താനൂർ ഇഷ്യൂ എങ്ങനെയാ മരിച്ചത്? അവന്റെ മരണകാരണം എന്താ? അതെന്ന് പറഞ്ഞാൽ മറ്റേ ഈ MDMA-യുടെ 2 കവർ ഈ ചെറുക്കം വിഴുങ്ങിയിരുന്നു. അപ്പം ഈ കവർ അകത്ത് കിടന്നിട്ട് ഒരു കവർ പൊട്ടിപ്പോയി. അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എലിവേഷൻ പോലെയാ. ഇത് അകത്ത് പോയിട്ട് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്ലഡിൽ കയറും. ഈ ഫുഡിന്റെ അകത്തുകൂടെ ഈ സാധനത്തിൽ പോയിട്ട് ഇതിൽ നെർവ്സിൽ കയറി. അപ്പം ഈ ധമനികൾ ഇതെടുത്തിട്ട് ഹൃദയത്തിലെത്തിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോ പിന്നെ ഈ നമുക്ക് പ്രവർത്തനം നിലയ്ക്കും. പിന്നെ ഇവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവന് 90% ധമനികൾ ബ്ലോക്ക് ആയിരുന്നു. അതായത് 90% ബ്ലോക്ക് അടി കൊടുത്താൽ തീരും. ആ രീതിക്കാണ് അവന്റെ. അപ്പൊ അതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാവുമല്ലോ. ഹലോ കേൾക്കാമോ? അതെ, കോള് കയറുന്നതാണ്. അതാണ് ഈ വാട്സാപ്പിൽ വിളിക്കുമ്പോൾ വലിയ പ്രശ്നം ഇതാണല്ലോ. അപ്പൊ പല്ല് മുഴുവൻ ദ്രവിച്ചു പോയി. അതായിരുന്നു അവന്റെ അവസ്ഥ. അപ്പം അങ്ങനെയുള്ള ഒരാള് കിട്ടി. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിച്ചു കഴിയുമ്പോ മനസ്സിലാകത്തില്ലോ. കാരണം ഇവരൊന്നും ചെയ്തുമില്ല. ഇവൻ ഈ വണ്ടി കിടന്ന് ഈ ബഹളം കാണിച്ച് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് മുമ്പോട്ടും പുറകോട്ടും കിടന്ന് ഇടിക്കുന്നുണ്ട്, കാലിട്ടടിക്കുന്നുണ്ട്. അപ്പൊ ഈ പിടിച്ചതിന് ചില ആളെ പിടിക്കുമ്പോ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു വിറലൻ സ്വഭാവം ഉണ്ടല്ലോ, അതാന്ന് വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു. പക്ഷെ ഉള്ളിൽ പോയ കാര്യം കൂടെയുള്ളവരും കണ്ടില്ല. അപ്പൊ ഇവൻ ആരോടും പറഞ്ഞുമില്ല. അപ്പം ഇവര് ഇങ്ങനെ ഇതേ അവസ്ഥയിൽ ഒരു 4 മണിക്കൂർ അവര് സ്റ്റേഷനിലിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് സാമാന്യ ബോധത്തിൽ ഇവൻ വിഴുങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അപ്പൊ അത് അറിഞ്ഞില്ല. ഇവൻ കൂടെയുള്ളവരോടും പറഞ്ഞിട്ടില്ല അകത്ത് ഈ സാധനം പോയിട്ടുണ്ടെന്ന്. പിന്നെ ഇത് കൊളാപ്സ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് സീരിയസ് ആയിട്ട് അവർ കൊണ്ടുപോകുന്നത്. അപ്പം വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് പറഞ്ഞ പോലെ അങ്ങനെ സംഭവിച്ചു. അപ്പൊ നമ്മുടെ നല്ല കാലമോ കഷ്ടകാലോ അപ്പൊ എന്തായാലും നമ്മൾ സെൽഫിഷായി മാറുന്നൊന്നുമില്ല. ഞങ്ങൾ ആ സമയത്ത് ടോമിൻ തച്ചങ്കരി സാറിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയിരുന്നു എവിടെ, തിരുവനന്തപുരത്ത്. അപ്പൊ ഞാനും എന്റെ ഒരു ഷഹൻഷാ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുകാരൻ പയ്യനുണ്ട്. അവൻ 21 ബാച്ചാ. അവൻ താനൂർ SHO ആയിട്ട് ഞാൻ ചാർജ് കൊടുത്തിരിക്കുക. അപ്പൊ അവന് അവിടെ ഉണ്ടായിരുന്ന ഉറപ്പായിട്ട് കേസിൽ പ്രതിയായി പോയനെ. അപ്പൊ എന്തോ അവന്റെ വാപ്പ ഉമ്മയൊക്കെ ചെയ്ത പുണ്യം ആയിരിക്കാം. അവരും അന്ന് ആ തച്ചങ്കരി സാറിന്റെ ഫംഗ്ഷന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ അവൻ തലശ്ശേരി ASP ആയി. ജനുവരി 1-ന് SP ആവും. കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട പോലീസുകാരൊക്കെ സ്ഥിതി എന്താണ് യഥാർത്ഥത്തില്? ഹലോ, പോലീസുകാര് ബുക്ക് ചെയ്ത കേസിൽപ്പെട്ട
ഹലോ, അവർക്കെല്ലാം ജാമ്യം കിട്ടി. അല്ല എന്താണ് ചാർജ് ഷീറ്റിൽ അവര് സിറ്റുവേഷൻ എന്താണ്? ചാർജ് ഷീറ്റ് ആയിട്ടില്ല, അവരിപ്പോഴും അന്വേഷണത്തിൽ തന്നെയാണ്. കുടുങ്ങാതെ, കാരണം അതിനകത്ത് ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു മനഃപൂർവ്വമായിട്ട് ഒരു കുറ്റം ചെയ്യണം എന്നുള്ള ഉദ്ദേശം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഭാഷയിൽ മെൻസ്രിയ എന്ന് പറയും. അത് ഉള്ളപ്പോഴാണല്ലോ ശരിക്കും ഒരു കുറ്റവാളിയാകുന്നത്. ഇത് MDMA ഉപയോഗിച്ച ആൾക്കാരെ പിടിക്കണം എന്നുള്ള ഉദ്ദേശമല്ലാതെ ഇവനെ തല്ലിക്കൊല്ലണം എന്നുള്ള ഉദ്ദേശമില്ല. നമ്മൾ ഇടുക്കിയിലെ കൂട്ടക്കാലം മറ്റേ ഉരുട്ടിക്കൊലയൊക്കെ നോക്കുമ്പോ 4 ദിവസമൊക്കെ വെച്ച് അടി കൊടുത്ത് ശരീരത്തിന്റെ സകലമാന ഭാഗവും ചതച്ച് പറയിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ്. ഇത് അങ്ങനെ ഒരു സാധനമേ അല്ലല്ലോ. ഇതിൽ ഇന്റൻഷൻ ഇല്ലല്ലോ. ഇതിൽ MDMA ഉള്ളവരെ പിടിച്ചു. ഇവൻ വിഴുങ്ങിയിട്ടുള്ള കാര്യം കൂടെ നിൽക്കുന്നവനും അറിയത്തില്ല, പിടിച്ച പോലീസുകാർക്കും അറിയത്തില്ല. അപ്പോഴുണ്ടാകുന്ന ഒരു മനഃപൂർവ്വമല്ലാത്ത ഒരു ജീവൻ പോയാൽ എന്തായാലും ജീവൻ പോയി. അതിനിപ്പോ വേറെ തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. പോസ്റ്റ്മോർട്ടത്തിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതുണ്ട്. അത് ഇവർക്ക് ഫേവറബിൾ ആവുമല്ലോ അല്ലെ? പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകര് ഒരു മനഃപൂർവ്വമായിട്ട് കുറ്റം ചെയ്യേണ്ട ഉദ്ദേശം ഇല്ലാതെ, എന്നാൽ ആ ഒരു അവസ്ഥയിൽ, നിസ്സഹായ അവസ്ഥയിൽ അവര് പോയി 90 ദിവസം ജയിലിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ മാനസിക ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. അതെ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ബാക്കി നമ്മള് എന്തായാലും നോക്കണം. ഇപ്പൊ നമ്മുടെ വിഷയം ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒറ്റക്കത്തിൽ തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നല്ലേ. ഇന്ന് വന്ന സജഷൻ എന്താ വെച്ചാല്, ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു, എന്നോട് പറഞ്ഞ കാര്യങ്ങളും ഇതാണ്. ഇതിന്റെ അവർക്കും ഏകദേശമൊക്കെ അറിയാൻ തോന്നുന്നു, എനിക്കറിയില്ല. എല്ലാവർക്കും അറിയാലോ. അപ്പോ ഇതില് നമുക്ക് കിട്ടേണ്ട വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഇപ്പൊ ഇന്ന് കിട്ടിയിട്ടില്ല. ഈ എന്താ പറയാ, മറ്റേ സിനിമാ കേസ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പൊളിറ്റിക്കൽ ഡിസ്കഷനും പ്രശ്നങ്ങളുമാണ്. അപ്പൊ നാളെ ഒരു ഫൈനൽ ഡിസിഷൻ കൂടി ആലോചിച്ചെടുക്കുക എന്നാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഞാൻ വീണ്ടും ഒരു സഹോദര സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ MLA യോട് ചോദിക്കുകയാണ്. ഞാൻ എന്റെ ഒരു 5 മിനിറ്റ് ഒന്ന് കേൾക്കണം. എന്റെ മാനസികാവസ്ഥ എങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ അനിൽമാഷിന് ഫുൾ ഇൻ ആൻഡ് ഔട്ട് അറിയുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻസിന്റെ ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ August 1 തൊട്ടിട്ട് ഞാൻ മറ്റൊരു മാനസികാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുക, ഈ കസ്റ്റോഡിയൽ കാരണം. അപ്പം ഞാൻ ആകെ ഒരു തകർന്ന തരിപ്പണമായി നിന്ന് ഞാൻ എനിക്ക് ആ ജില്ലയിലോട്ട് ഇപ്പൊ വണ്ടി കൊണ്ട് പാസ് ചെയ്യാൻ പോലും പേടിയാ. എന്റെ മെന്റൽ അവസ്ഥ ഞാൻ പറയുന്നത് കേട്ടോ. ഒരു കല്യാണത്തിന് വിളിച്ചാൽ പോലും ഞാൻ ഇല്ല എന്ന് പറയുന്നത് എനിക്കൊന്നും തോന്നരുത്. കാരണം എനിക്ക് ഒരു മനസ്സിനുള്ളിൽ ഒരു ഭയം, എന്റെ 1.5 വയസ്സുള്ള കൊച്ചിനെ പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പം ആ ജില്ലയിലേക്ക് ഒന്ന് മനസ്സുകൊണ്ട് പോലും, ആരെയും ഭയന്നിട്ടൊന്നുമല്ല, മനസ്സുകൊണ്ട് ഞാൻ തയ്യാറല്ല. അത്രയ്ക്കും എനിക്കൊരു ഡിസ്റ്റർബൻസ് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ടോട്ടലി നെഗറ്റീവായിട്ടിരിക്കുമ്പോൾ ഞാൻ അത്രയും മാറി നിന്ന് ഒരു 8 മാസം കഴിയുമ്പോഴും ഇപ്പൊ ഒരു 9-10 മാസമായി ഞാൻ അവിടെ പോകുന്നുണ്ട്. വീണ്ടും ഇതിന്റെ ശരിയോ തെറ്റോ നന്മയോ തിന്മയോ അല്ല, വീണ്ടും വലിച്ചടിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായി, ഇങ്ങനെ ഞാൻ ഉറങ്ങിയിട്ടില്ല ലിറ്ററലി പറഞ്ഞാൽ. അതിനകത്ത് മറ്റു വികാരങ്ങളല്ല, എനിക്ക് എത്രത്തോളം MLA മനസ്സിലാക്കുന്ന എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ്. ഇന്ന് ഞാൻ ശരിക്കും ഒരു ജോലിയും എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് എന്റെ ഒരു പ്രശ്നം. ഇപ്പം മറ്റൊരു കുറ്റവാളിയായ ഒരു പോലീസുകാരൻ കൊടുക്കുന്ന പരാതിയെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷെ അത് MLA പോലെ ഒരു വലിയൊരാള് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. അത് എന്റെ ചിന്തകളുടെ പ്രശ്നങ്ങളും എന്റെ മാനസികാവസ്ഥയുടെ പ്രശ്നങ്ങളാണ്. അപ്പം MLA അതിന് നമ്മളൊരു 25-30 വർഷമെങ്കിലും എന്നെ പോലെയുള്ളവനെ DIG-യോ IG-യോ ആയിട്ടൊക്കെ സഹിച്ചേ പറ്റും നിങ്ങളുടെ കീഴില്. അപ്പം ആ ഒരു ബന്ധത്തിന്റെ പേരിലെങ്കിലും MLA എനിക്ക് വേണ്ടി, എനിക്കറിയാം ശശിയോട് തീരാത്തൊരു ദേഷ്യം നിങ്ങളുടെ ഒരു MLA എന്നുള്ള ഒരു രീതിയിൽ, ആദ്യത്തെ അനുഭവം എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടാവാം. അത് എങ്ങനെയെങ്കിലും പൊക്കോട്ടെ, പക്ഷെ എന്നെ ഒന്ന് ഒഴിവാക്കണം. കാരണം ഞാനൊന്ന് മാനസികമായിട്ടൊന്ന് സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ എന്നുള്ള ഒരൊറ്റ സാധനമാണ്. അത് എന്ന് ഞാൻ MLA-യോട് ഒരു കടപ്പാടുണ്ട്. അതെ, ഇത് MLA എന്നോട് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു മനുഷ്യൻ കാല് പിടിച്ച് പറയുമ്പോ, മാത്രമല്ല ഇത്രയും എന്താ പറയാ, ജൂനിയർ, ഇനിയും 10-20 വർഷം സർവീസിലൊരു വ്യക്തിയാണ്. ഇപ്പൊ നമ്മളായിട്ട് അദ്ദേഹത്തെ കുളത്തിലിറക്കരുതല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞ അഭിപ്രായമാണ് അവരും പറയുന്നത്. ഇതിങ്ങനെ ഈ പുകഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതൊരു അന്വേഷണം നടത്തി അങ്ങോട്ട് അവസാനിപ്പിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രശ്നം തീരുമല്ലോ. അല്ലെ, അത് അന്വേഷിക്കാനായിട്ട് ഓൾറെഡി ഒരു പരാതി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ ശ്രീജിത്ത് എന്ന് പറയുന്നത് അയാൾ ഒരു ലോ പ്രൊഫൈൽ പേഴ്സൺ ആണ്. അയാളുടെ പരാതിയിൽ അത് അന്വേഷിച്ചാൽ അതിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നടപടി നടന്നോട്ടെ. പക്ഷെ MLA പോലെ ഒരു സ്റ്റേറ്റ് മുഴുവൻ അറിയപ്പെടുന്ന ഒരു MLA ആ പരാതി വരുമ്പോ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന മാനദണ്ഡം മാറിപ്പോവാ.
അത് ഒരു ലോ പ്രൊഫൈലിൽ നിന്നും ഒരു ഹൈ പ്രൊഫൈലിലേക്ക് പോവുക. മറ്റേ പരാതിയിൽ അന്വേഷണം എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, അത് അന്വേഷിക്കുന്ന ആൾക്കാർ അന്വേഷിച്ച് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ MLA പരാതി കൊടുക്കരുത്, അതാണ് എന്റെ ഒരു റിക്വസ്റ്റ്. പരാതി ഇപ്പൊ നമ്മൾ കൊടുത്തല്ലോ SP. അതൊന്ന് എനിക്ക് വേണ്ടി ഒന്ന് അത് വിഡ്രോ ചെയ്തൂടെ? അല്ല, എങ്ങനെയാ നമ്മളത് വിഡ്രോ ചെയ്യാൻ പറ്റും? നമ്മൾ മെയിൽ ചെയ്തല്ലേ? അത് മെയിൽ ചെയ്താണ്. മെയിൽ പറഞ്ഞ പരാതി തുടരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പോലെ.